പി.വി. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും പി.വി. അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIMൻ്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. അത്തരമൊരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നമ്മളുടെ രാജ്യത്ത് BJP വളരെ ശക്തിപ്പെട്ടു വരികയാണ്. BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഇടതുപക്ഷത്തെ BJP ഏജന്റുമാരാക്കിയാൽ, അല്ലെങ്കിൽ BJP അനുകൂലികളാക്കി സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവർ ഫാഷിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക? വേറെ ഏത് പാർട്ടിയെ, ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക? മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും CPIMഉം മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് CPIMനെ RSSന് അനുകൂലമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ. RSSനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംഘി ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്, CPIMനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല. വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ, ഇടതുപക്ഷ മുന്നണിയെയോ, CPIMനെയോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എക്കാലത്തേക്കും സംശയത്തിൻ്റെ കരിനിഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ്. അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല. അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും. അതിനുള്ളൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോരുത്തർ ചോദ്യങ്ങൾ ചോദിച്ചു പോകാം. ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഓരോരുത്തർ ചോദിച്ചു പോകാം. വർഗീയ താല്പര്യമുള്ളവർ പോലീസിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കുറച്ച് കാലങ്ങളായിട്ട് UDF ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സെൻകുമാറിനെ DGP ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാണ്? ആക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയതാരാണ്? സെൻകുമാറിനെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിന് കുറച്ച് കാലം മുമ്പ് മുതൽക്ക് തന്നെ തുടക്കം കുറിച്ചത്. അതാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്.
അന്ന് അദ്ദേഹത്തിനായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ച നേതാവാരായിരുന്നു? ആ കേസിൻ്റെ ഇന്റർമീഡിയറി എന്നുള്ള നിലക്ക് അതിൻ്റെ ഇടയാളത്വം ഏറ്റെടുത്തത് ആരായിരുന്നു? ഏത് പാർട്ടിയായിരുന്നു? അദ്ദേഹത്തെ DGP ആക്കിയത് കൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? മുസ്ലിം ലീഗിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അപ്പോൾ വർഗീയത പോലീസിൽ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അത്തരമൊരു ചാനൽ പോലീസ് സേനയിൽ ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂട്ടുപിടിച്ചത്, കൂട്ടുനിന്നത്, ഒത്താശകൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസും ലീഗുമാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട്. ആ തുടർച്ച കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ യഥാസമയത്ത് ഒരു ക്യാൻസർ ചികിത്സിക്കുന്നത് പോലെ വെട്ടിമാറ്റേണ്ടതാണെങ്കിൽ വെട്ടിമാറ്റി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഇന്നും എനിക്കുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു.